2011 ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ അതിനുശേഷം 1 ഇയർ ബി.എഡ് ആയിരുന്നു. പിന്നെ സെറ്റ് ആ സമയത്ത് തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്കറിയാം നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ ഒരു പി.എസ്.സി വിളിക്കണം എന്നൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അത് സ്വാഭാവികമാണ്, അറിയാവുന്നതാണ്. പക്ഷേ ആ സമയം വെയിറ്റ് ചെയ്യാതെ നമുക്കറിയാം പല പ്രൈവറ്റ് മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇപ്പോൾ ട്യൂഷനാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള എൻട്രൻസ് സ്ഥാപനങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്ത് അപ്പോൾ എപ്പോഴും നമ്മുടെ സബ്ജക്റ്റ് നമ്മളെപ്പോഴും തറവായിട്ട് വയ്ക്കുക. അപ്പോൾ അതിന് എപ്പോഴാണോ പി.എസ്.സി വിളിക്കുന്നത്, ആ പി.എസ്.സി വിളിക്കുന്ന ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുക. കാരണം നമുക്ക് സബ്ജക്റ്റ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ഒന്ന് ടച്ച് വിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ തുടക്കം മുതൽ എപ്പോഴാണോ വിളിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പ്രീവിയസ് ഇയർ എപ്പോഴാണോ വിളിച്ചത്, പി.എസ്.സി വിളിച്ചത്, അതിൻ്റെ കാലാവധി കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പോഴാണ് പി.എസ്.സി കോൾ ഫോർ ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ HSST ആവാം, UPST ആവാം, LP UP നമുക്കറിയാം, LP UP എക്സാം, HSA, പിന്നെ HSST, പിന്നെ കോളേജ് തലമാണെങ്കിൽ അതും. അപ്പോൾ എല്ലാ പി.എസ്.സി എന്താണ് മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യമായി നമ്മൾ ഓരോരുത്തരും പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കറിയാം പി.എസ്.സി ടീച്ചിങ് പ്രൊഫഷൻസിൽ ജനറൽ ആണെങ്കിൽ ഇപ്പോൾ 40 എബോ ഏജിലൊക്കെ നമുക്ക് എക്സാംസൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. സോ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എല്ലാവരും കൃത്യമായ ഒരു ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമുക്കറിയാം ഒരു സ്പെഷ്യൽ കോച്ചിങ്ങും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കോമ്പറ്റിറ്റീവ് ക്രാക്കറിലായിരുന്നു. അപ്പോൾ അവരുടെ നല്ലൊരു സപ്പോർട്ട്, എല്ലാം കൊണ്ടും നല്ലൊരു സപ്പോർട്ട് എനിക്ക് ലഭിച്ച് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഞാനിപ്പോൾ ഒരു HSST ജൂനിയറായിട്ട് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്.